കോൺഫിഡൻഷ്യാലിറ്റി, അവൈലബിലിറ്റി, ഇന്റഗ്രിറ്റി. എന്ത് ചെയ്യുമ്പോഴും ഈ മൂന്നെണ്ണം നമ്മൾ സൈബർ ലോകത്ത് ഉണ്ടോന്ന് ഉറപ്പുവരുത്തണം. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധത എന്ന് വെച്ചാല് ഇതിൽ മൂന്നാമതൊരാൾ നമ്മൾ ആരാണ് ആഗ്രഹിക്കുന്നത്, ഈ ഒരു കണ്ടന്റ് ആർക്ക് കിട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നത്, അവർക്ക് മാത്രം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ വാട്സാപ്പിൽ ഒരു സന്ദേശം അയക്കുകയാണ്, ആ സന്ദേശം നമ്മൾ ആരിലേക്കാണ് അയക്കുന്നത് അവർക്ക് മാത്രം കിട്ടാൻ പാടുള്ളൂ. മൂന്നാമതൊരാൾ അതിന്റെ ഉള്ളിലേക്ക് എഡിറ്റ് ചെയ്ത് വായിക്കാനോ റീഡ് ചെയ്യാനൊന്നും പാടില്ല എന്നുള്ളൊരു ലക്ഷ്യം നമുക്ക് ഉണ്ടായിരിക്കും. അത് കോൺഫിഡൻഷ്യൽ ആയിരിക്കും. നമ്മൾ വാട്സാപ്പ് ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ ചാറ്റൊക്കെ തുടങ്ങുമ്പോൾ അതിന്റെ മുകളിൽ നമുക്ക് കാണാൻ പറ്റും എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്നതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം നമ്മളിപ്പോ ഒരു സാധാരണ ടെസ്റ്റ് അയക്കുകയാണെങ്കിൽ ആ ടെസ്റ്റ് ഇതിന്റെ അടിയിലുള്ള കോഡ് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും കാണാൻ പറ്റില്ല. അത് ഒരു സ്പെഷ്യൽ കോഡായിട്ട് വാട്സാപ്പിനെ കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ആ കോഡായിരിക്കും അതിന്റെ എൻഡിലുള്ള ചാറ്റ് പേഴ്സണിലേക്ക് എത്തുക. ആ കോഡ് എന്നിട്ട് ഡീകോഡ് ചെയ്തിട്ട് ആ ഒരു വിസിബറിനെ കാണിക്കാൻ ചെയ്യാം. അപ്പൊ അതാണ് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്ന് പറയുന്നത്. എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ കോഡുകളാക്കി മാറ്റാം. ഇപ്പൊ കോൺഫിഡൻഷ്യാലിറ്റി ഇതിന്റെ മെയിൻ ആണ് എന്ന് വെച്ചാൽ ലിമിറ്റിംഗ് ആക്സസ് ടു ഓതറൈസ്ഡ് പാർട്ടീസ് ഓൺലി. ഇത് ആർക്കാണ് കിട്ടുന്നത്, ഇതിന്റെ അതോറിറ്റി ആർക്കാണ് ഈ മെസ്സേജിന്റെ, അവർക്ക് മാത്രം ഈ ഒരു മെസ്സേജിന് ആക്സസ് കൊടുക്കുക. പിന്നെ അവൈലബിലിറ്റി, നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഡാറ്റകൾ കിട്ടണം. നമ്മളിപ്പോ ചില വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഭയങ്കര ടഫ് പാസ്വേഡൊക്കെ നമ്മളോട് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് പിന്നെ ഫോർഗെറ്റ് ചെയ്യുന്ന അവസ്ഥ. ഒരുപാട് സൈറ്റുകൾ വ്യത്യസ്ത പാസ്വേഡൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ പിന്നെ നമുക്ക് കിട്ടൂല. അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് പ്രയാസമാണ്. അവൈലബിലിറ്റി വേണം. അവൈലബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് ലോഡ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്കത് സേവ് ചെയ്തിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റണം. പിന്നെ അതുപോലെ തന്നെ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ ഓതറൈസ്ഡ് പാർട്ടീസിന് കിട്ടണമെന്ന് പറഞ്ഞ മാതിരി അൺഓതറൈസ്ഡ് പാർട്ടീസിന് ഇത് കിട്ടരുത്. അപ്പോ ഇതിനൊരു ഏകീകരണം അവിടെ നടത്തും. അപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ വിക്കിപീഡിയ എന്നതിന് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. വിക്കിപീഡിയയിൽ ഇപ്പോ ആർക്ക് വേണമെങ്കിലും കയറിയിട്ട് എഡിറ്റിംഗ് കൊടുക്കുക. അപ്പൊ വിക്കിപീഡിയ നമ്മുടെ ഇൻഫർമേഷൻ നമുക്ക് അത് പ്രൈമറി യൂസ് ചെയ്യാൻ പറ്റൂല. അത് വളരെ വ്യക്തമായിട്ട് ഒരു ക്രിറ്റിക്കൽ തിങ്കിങ്ങിന് വിധേയമാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ CIA ട്രീ ആണെന്ന് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. കോൺഫിഡൻഷ്യാലിറ്റി, അവൈലബിലിറ്റി, ഇന്റഗ്രിറ്റി. ഒന്ന്, നമ്മുടെ ഡാറ്റകൾ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം, നമുക്ക് ആവശ്യമുള്ള സമയത്ത് അവൈലബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ ഇത് ഇന്റഗ്രേറ്റഡ് ആവണം, ഇതിനൊരു ഏകീകരണം സംഭവിക്കണം. അതായത് വേറൊരാൾക്ക് ഇതിൽ ആക്സസോ അല്ലെങ്കിൽ വേറൊരാൾ ഇതിൽ കയറി കിടത്തിലും നിർത്താൻ പാടില്ല. ഇതിൽ നമുക്കൊരു കീ ഇൻസൈറ്റ് ഷെയറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പണ്ട് കാലങ്ങളിൽ ലെറ്ററോ അല്ലെങ്കിൽ ഇത്തരം സംഗതിയൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇതിന്ന് മാറിയിട്ടുണ്ട്, പരിപൂർണ്ണമായിട്ട് ഡിജിറ്റൽ മേഖലയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിലെ ഡിജിറ്റൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണോ അത് നമ്മൾ ഇതിലും കീപ്പ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഇതിനെ കുറിച്ച് ചെറിയൊരു വിശദീകരണം പറഞ്ഞിരുന്നു. അതായത് ഈ കാലത്തുള്ള നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അറ്റാക്സ് എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് മാൽവെയർ അതുപോലെ തന്നെ വൈറസ് കാര്യങ്ങളൊക്കെ റണ്ണിങ് ഉണ്ട്. അതിന് നിലവിൽ ഓൾറെഡി ഉള്ള സംഗതിയിൽ പരിചയപ്പെടാം. ഒന്ന്, ട്രാഫിക് അറ്റാക്സ്, ഡോസ് എന്ന് പറയും, ഡിസ്ട്രിബ്യൂട്ടഡ് ഡെനിയൽ ഓഫ് സർവീസ്. എന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് ഒരു പ്രത്യേക സെർവറിനെ എന്താ പറയാ ഫ്ലഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിലേക്കുള്ള യഥാർത്ഥ യൂസേഴ്സിന് അത് ലഭിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അവിടെ ഒരു അൺവാണ്ടഡ് ട്രാഫിക് ക്രിയേറ്റ് ചെയ്യും. ഇതിനാണ് ഡോസ് എന്ന് പറയാം. അപ്പൊ ഇമേജിൽ കാണിക്കുന്നത് ബോർഡ്നെറ്റ് കൺട്രോളർ എന്നുള്ളതിന് നമുക്കിപ്പോ ഈ ലെജിറ്റിമേറ്റ് യൂസേഴ്സിന് ഇത് കിട്ടുന്നുണ്ട്. യഥാർത്ഥത്തിലുള്ള ജെന്യൂൻ ആയിട്ടുള്ള യൂസേഴ്സിന് ഇത് കിട്ടുന്നത് തടയാൻ വേണ്ടിയിട്ട് വേറെ ഒരുപാട് യൂസേഴ്സിന് അതിൽ ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ എന്താ അവിടെ ഫ്ലഡ് സംഭവിക്കും. അപ്പൊ ബഗ് വന്നിട്ട് ശരിക്കുള്ള യൂസേഴ്സിന് കിട്ടാതെ ഇതിന് ട്രാഫിക് അറ്റാക്സ് എന്ന് പറയാം. പിന്നെ രണ്ടാമത് ഇന്റർസെപ്ഷൻ മീനിങ് പോലെ തന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡാറ്റകൾ അതുപോലെ തന്നെ പിൻകോഡ് അതുപോലെ തന്നെ നമ്മുടെ പാസ്വേഡ് ഒക്കെ ശരിക്കും നമ്മളും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന മെഷീനും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. അതിന്റെ ഇടയിൽ ഒരാൾ കയറിയിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ആപ്പുകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ ഡാറ്റകളൊക്കെ ചോർത്തുക. ഇതിനാണ് ഇന്റർസെപ്ഷൻ എന്ന് പറയാം. നമ്മൾ പാൻ കാർഡും അതുപോലെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ യൂസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ക്രെഡൻഷ്യൽ തെഫ്റ്റ് അവിടെ കൂടുതൽ പാസ്വേഡ് അറ്റാക്ക്, നമ്മൾ പാസ്വേഡ് കാര്യങ്ങളും മൂന്നാമതൊരാൾ ഇങ്ങനെ ഏതൊക്കെ രൂപത്തിലാണ് ഇതിലേക്ക് ആക്സസ് കിട്ടുന്നത്. ഒന്നാമത് ഡിക്ഷണറി അറ്റാക്ക്, അത് ഭയങ്കര റയർ സംഗതിയാണ്. അതായത് ഏതെങ്കിലുമൊക്കെ ഡിക്ഷണറിയോട് എല്ലാ വേർഡ്സും ഇങ്ങനെ യൂസ് ചെയ്ത് ഇങ്ങനെ കണ്ടുപിടിക്കുക. അത് നടക്കുന്നുണ്ട്, പക്ഷെ വളരെ റയറാണ്. അത്യാവശ്യം എഫോർട്ട് വരുന്ന സംഗതിയാണ്. ഓരോ വേർഡ് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ വേർഡ് അതിന് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. വേർഡ്സ് ഇങ്ങനെ ഡിക്ഷണറിയിലെ വേർഡുകളൊക്കെ ഇങ്ങനെ യൂസ് ചെയ്ത് അത് ഒരു ആക്സിഡന്റലായിട്ട് നമുക്ക് കിട്ടുന്ന രൂപത്തിൽ സെറ്റ് ചെയ്യാം. പിന്നെ ബ്രൂട്ട് ഫോഴ്സ് എന്ന് പറയും.
ട്രയൽ ആൻഡ് എറർ ഡീകോഡിങ്. അതായത് ജസ്റ്റ് ഇങ്ങനെ അടിച്ചടിച്ച് പോവാം, ഏതെങ്കിലും ഘട്ടം കിട്ടിയ നല്ല രൂപത്തിൽ ഇങ്ങനെ അടിച്ചു പോവാം. പിന്നെ കീലോഗർ എന്ന് വെച്ചാല് നമ്മൾ സ്വാഭാവികമായിട്ടും ടച്ചിങ്ങോ അല്ലെങ്കിൽ കീകൾ യൂസ് ചെയ്തിട്ടാണ് പാസ്വേഡ് എൻ്റർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഫിംഗർ ടച്ച് വരുന്നിടത്ത് ചെറിയൊരു ലോഗ് കാണിക്കാൻ പറ്റും. അപ്പൊ അത് ട്രാക്ക് ചെയ്തിട്ട് പാസ്വേഡുകൾ ഡീകോഡ് ചെയ്യുന്ന അവസ്ഥകളുണ്ട്. ഇതിൽ നമ്മൾ ഈവൻ ഇത്തരം കാര്യങ്ങൾ ഇവരെ ശ്രദ്ധിക്കേണ്ടത്. ചില ആൾക്കാർ നമ്മുടെ ശരിക്കും പാസ്വേഡ് ഒക്കെ എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് ശരിക്ക് ഒരു മിറർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് അപ്സൈഡ് ഡൗൺ മിറർ ആയിട്ട് വർക്ക് ചെയ്ത് അത് റെക്കോർഡ് ചെയ്തിട്ട് പാസ്വേഡ് ഡീകോഡ് ആൾക്കാർ വരെ നിലവിലെ ലോകത്തുണ്ട്. പിന്നെ ഷോൾഡർ സർഫിങ്, സ്വാഭാവികം നമ്മുടെ കൈ മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികം നമ്മുടെ ഷോൾഡറും ചെറിയ മൂവ്മെന്റ് ഉണ്ടാവും. ഫിസിക്കൽ ഒബ്സർവേഷനൊക്കെ ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ കൈയിന്റെ മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്തിട്ട് അങ്ങനെ പാസ്വേഡ് ഡീകോഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരുപാട് സംഗതികൾ ലോകത്തിൽ നിന്ന് പരിചയപ്പെടുന്നു മാത്രമായിട്ടാണ്. പിന്നെ റെയിൻബോ ടേബിൾ യൂസിങ് പ്രീ കമ്പ്യൂട്ടഡ് ഹാഷ് വാല്യൂസ്. ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടറിൽ ഏതൊക്കെ വാല്യൂസ് അടിക്കണോ അതൊക്കെ അതിൽ സേവ്ഡ് ആണ്. നമ്മളിപ്പോ തെറ്റായിട്ട് ഒരു ഫോൾട്ട് ആയിട്ട് കുറച്ച് സാധനം അടിച്ചു കഴിഞ്ഞാലും, ഫാൾട്ട് പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാലും, ഇൻകറക്റ്റ് പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാലും അതൊക്കെ അതിൽ സേവ്ഡ് ആണ്. സേവ്ഡ് ആവുന്ന അത് കറക്റ്റ് അല്ല. നമ്മളിപ്പോ 567 അടിച്ചാൽ 567 രൂപത്തിൽ സേവ് ആവുക. അതിന്റെ ഒരു ബൈനറി കോഡ് ആയിട്ട് അത് മാറും. ഹാഷ് വാല്യൂസ് എന്ന് ഇതിന് പറയാം. അപ്പൊ കമ്പ്യൂട്ടറിന്റെ ഫുൾ ഹിസ്റ്ററി ഡാറ്റ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് അറിയാൻ പറ്റും ഇത് ഏതൊക്കെ ഹാഷ് വാല്യൂസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഹാഷ് വാല്യൂസ് ഡീകോഡ് ചെയ്തിട്ട് പാസ്വേഡ് കണ്ടെത്തുന്നത് ഒരുപാട് സംഗതികളൊക്കെ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. പിന്നെ ഇതിൽ വരുന്ന ഡിസെപ്ഷൻ ആൻഡ് മാൽവെയർ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ വിശദമായിട്ട് ചർച്ച ചെയ്തിരുന്നു. ഒന്ന്, മനുഷ്യന് വളരെ മനഃപൂർവ്വം ഇതെല്ലാം അറിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു വഞ്ചനകളുണ്ട്. അതിൽ പറയുന്നത് ഫിഷിങ്, സ്പൂഫിങ്. നമ്മുടെ ഇമെയിൽ വരുന്ന സംഗതികളാണ്. ഇമെയിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ബൈറ്റുകൾ തരും, ആർട്ട് ഓഫ് ബൈറ്റ്. അപ്പൊ നമുക്ക് ഫേക്ക് ഇമെയിലുകൾ അയക്കും. ആ ഇമെയിലിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഒക്കെ ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എക്സ്പയർ ആവാണ്. ആ എക്സ്പയർ പുതുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ഫില്ല് ചെയ്താലേ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എക്സ്പയർ ആവാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ സിം കട്ടാവാതിരിക്കുകയാണ് അല്ലെ. അപ്പോൾ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യണം, വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അയക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫസ്റ്റ് നമ്മുടെ മൈൻഡിൽ വരിക ഇതിനെ കുറിച്ച് ക്രിറ്റിക്കലായിട്ട് നമ്മൾ അവലോകനം നടത്താൻ നിൽക്കൂല. സ്വാഭാവികമായിട്ടും ആ കണ്ടതിന് നേരെ ക്ലിക്ക് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് എന്നാണ് അയക്കണത്, നമുക്ക് ഏതൊക്കെ ബാങ്ക് അക്കൗണ്ട് നമുക്ക് അറിയാലോ. അപ്പൊ ആ ബാങ്കിന്റെ മെയിലുകൾ നമ്മൾ നോക്കുക. സ്വാഭാവികമായിട്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് മെയില് ബാങ്ക് അക്കൗണ്ട് വെരിഫിക്കേഷൻ അയക്കും. ആ മെയിലുകൾ നമ്മൾ നോട്ട് ചെയ്യണം. എന്നിട്ട് ഈ ഒരു മെയിലിൽ നിന്ന് വരുന്ന നമ്മൾ റെസ്പോണ്ട് ചെയ്താൽ മതി. ഇനി എല്ലാത്ത മെയിൽ വരികയാണെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഫുൾ ടൈം നമുക്കിപ്പോൾ വാട്സപ്പ് സർവീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എല്ലാ ബാങ്ക് അക്കൗണ്ടിലും. അപ്പൊ ആ മെയിൽ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഈ മെയിൽ നിങ്ങൾ തന്നെയാണെന്ന് വെരിഫൈ ചെയ്യും. എന്നിട്ട് വെരിഫൈ ചെയ്തതിന് ശേഷം ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അത് നമ്മൾ അത്ര ലിങ്കിലേക്ക് ഉപയോഗപ്പെടുത്തുക. പിന്നെ സ്പൂഫിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇമ്പേഴ്സണേഷൻ എന്നുള്ളതിന്റെ മറ്റൊരു വേർഡാണ്. അതായത് ശരിക്കൊരു മറ്റൊരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു നോട്ടബിൾ ഫിഗറൊക്കെ ആയിട്ട് ഇത് വ്യക്തികളുടെ രൂപത്തിൽ രൂപപ്പെട്ടിട്ട് അവര് മെസ്സേജ് അയക്കുന്ന പോലത്തെ നമുക്ക് അതേ ചെയ്യാം. നമ്മളോട് നമ്മുടെ ഏതെങ്കിലുമൊക്കെ ബാങ്ക് അക്കൗണ്ട് അല്ല, ഫോർ എക്സാമ്പിൾ നമ്മുടെ ID കാർഡ്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസൊക്കെ നമുക്ക് മെസ്സേജ് അയക്കുന്ന രൂപത്തിൽ നമുക്ക് മെസ്സേജ് അയക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ആധാറിന്റെ നമ്പർ ഔട്ട്ഡേറ്റ് ആയിട്ടുണ്ട്, അപ്പൊ അത് പുതുക്കാൻ വേണ്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എന്തായാലും നമ്മുടെ ആധാർ ഔട്ട്ഡേറ്റ് ആവാതിരിക്കാൻ നമ്മുടെ ആവശ്യമാണ്. അപ്പൊ സ്വാഭാവികം നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കും. അപ്പൊ എല്ലാവർക്കും വേണ്ടി എന്ത് ചെയ്യണം, ഇത്തരം സംഗതികൾ നമ്മൾ ചെക്ക് ചെയ്യണം. എന്ന് വെച്ചാൽ നമുക്ക് ഇത്തരം സംഗതികളൊക്കെ നമുക്ക് ഒഫീഷ്യൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെയൊക്കെ ഇമെയിൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടും. ഇങ്ങനത്തെ വരുന്ന ഇമെയിൽ കാര്യങ്ങളൊക്കെ ഒഫീഷ്യൽ ഇമെയിൽ തന്നെയാണ് വന്നതെന്ന് ചെക്ക് ചെയ്യാം. പിന്നെ മാൽവെയർ ടാക്സോണമി, അതായത് ഏതൊക്കെ രൂപത്തിൽ മാൽവെയർ എന്ന് പറഞ്ഞാൽ മുന്നേ സൂചിപ്പിച്ചിരുന്നു. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിനോ അല്ലെങ്കിൽ മൊബൈലിനൊക്കെ സ്വാഭാവികമായിട്ടും കേടുവരുത്തുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വൈറസ് ഉള്ളിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് സോഫ്റ്റ്വെയർ മാൽവെയർ എന്നതിനെ കുറിച്ച് ടോട്ടലി പറയണം. അതിലൊരു 6 ഐറ്റംസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വൈറസ്, നമ്മൾ കോമൺ ആയിട്ട് കേട്ട് വരുന്ന ഒരു പേരാണ് വൈറസ് എന്നുള്ളത്. അതായത് വേറെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിന്റെ ഉള്ളിൽ സ്വയം നിലനിൽപ്പില്ലാത്ത സ്ഥാനീകരം വൈറസ്, വേറെ നമ്മൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും സ്ഥാനത്തിന്റെ ഉള്ളിൽ ഇത് കയറിയിട്ട് അതിന്റെ
ഉള്ളിലൂടെ നമ്മുടെ മൊബൈലിലെത്തും അല്ലെങ്കിൽ സിസ്റ്റത്തിലെത്തും. വൈറസ് എന്ന് പറയാം. അതിൽ മെലീഷ എന്നുള്ളൊരു വൈറസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പരിചയമില്ലാത്തതാണ്. വൈറസ് എന്നുള്ളൊരു ടേം നിങ്ങൾക്ക് പരിചയമുണ്ടോ? പിന്നെ സ്റ്റാൻഡ് അലോൺ ഇൻഫെക്ഷൻസ്, വോംസ്. രണ്ടാമത് വോംസ് എന്ന് വെച്ചാൽ അത് വൈറസിന്റെ പോലെ വേറെ എന്തെങ്കിലുമൊക്കെ നിലനിൽപ്പ് ആവശ്യമൊന്നുമില്ല, സ്വയം നിലനിൽക്കാൻ കഴിയുന്ന സാധനമാണ് വോംസ്. നമ്മുടെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി വൈറസ് നേരിട്ട് നമ്മുടെ സിസ്റ്റാകെ ബക്കാവുക അല്ലെങ്കിൽ മൊബൈലിൽ എത്തിച്ചു കഴിഞ്ഞാൽ മൊബൈലിന്റെ പെർഫോമൻസിനെ ബാധിക്കുക. ഇതൊരു സംഗതി വോംസ് എന്ന് പറയും. പിന്നെ ട്രോജൻ. ട്രോജൻ എന്ന് പറഞ്ഞാൽ അത് വോംസിന്റെ പോലെ സ്റ്റാൻഡ് അലോൺ തന്നെയാണ്. എന്നുവെച്ചാൽ സ്വയം നിലനിൽക്കാൻ കഴിയുന്ന വൈറസ് തന്നെയാണ്. പക്ഷെ അത് ലെജിറ്റിമേറ്റ് ആയിട്ട് അഭിനയിക്കും. കാണുമ്പോൾ എന്ത് ചെയ്യും? ലെജിറ്റിമേറ്റ് ആണ്, ശരിയാണ്, ഒറിജിനൽ ആണ്, ജെന്യൂൻ ആണ് തോന്നും. പക്ഷെ അതിലൂടെ എന്ത് ചെയ്യും? നമ്മളെ അവരുടെ ഉദ്ദേശിക്കുന്ന എൻട്രി പോയിന്റിലേക്ക് എത്തിക്കും. പിന്നെ റാൻസം വെയർ എന്നുള്ളത് അത് എൻക്രിപ്റ്റ് ഫയൽ ആയിരിക്കും. അപ്പോൾ ക്രിപ്റ്റോ പേയ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം അത്തരം ഫയലുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ക്രിപ്റ്റുകൾ വാങ്ങുക. അപ്പൊ നമുക്ക് ചിലപ്പോൾ റീസെന്റ് ആയിട്ട് ഒരു സംഗതിയാണ്, നമുക്ക് ഇൻസ്റ്റയിലേക്കോ അല്ലെങ്കിൽ വാട്സാപ്പിലേക്കോ ഇത്തരം മെസ്സേജുകൾ വരും. ആ മെസ്സേജുകൾ ഉണ്ടാവും, ഇതിന്റെ ഇപ്പോൾ ഇത്ര എമൗണ്ട് ഈ ക്രിപ്റ്റോ അക്കൗണ്ടിൽ ഉണ്ട്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അതൊന്ന് കൺവേർട്ട് ചെയ്തിട്ട് കീപ്പ് ചെയ്യണം. ഇത്ര സംഗതി ചോദിക്കും. അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഒരു പ്രയാസത്തിലാണ്, എനിക്കിപ്പോ പുറത്തിറങ്ങാൻ പറ്റൂല, അവരിന്റെ പിന്നാലെ തന്നെ ഉണ്ടായാൽ എന്തൊക്കെയോ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള മെസ്സേജ് കാര്യങ്ങളൊക്കെ അയക്കും. അത് ലൈവായിട്ട് കണ്ടെയ്ന മെസ്സേജ് സൂചിപ്പിച്ചത് മാത്രം. പിന്നെ അഞ്ചാമത് സ്പൈവെയർ, ഹാർഡ്വെയർ എന്ന് വെച്ചാൽ നമ്മുടെ ഡാറ്റകൾ മോഷണം അല്ലെങ്കിൽ അൺവാണ്ടഡ് ആഡ്സ്, നമുക്ക് ആവശ്യമില്ലാത്ത പരസ്യങ്ങൾ കാര്യങ്ങൾ ഇതിനാണ് സ്പൈവെയർ എന്ന് പറയാം അല്ലെങ്കിൽ ഹാർഡ്വെയർ എന്ന് പറയാം. പിന്നെ ആറാമത്തെ റിസോഴ്സ് തെഫ്റ്റ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ റിസോഴ്സ്, നമ്മുടെ സിസ്റ്റത്തിലുള്ള അല്ലെങ്കിൽ മൊബൈലിലുള്ള റിസോഴ്സുകൾ മോഷ്ടിക്കുക, ഇതിനാണ് റിസോഴ്സ് തെഫ്റ്റ് എന്ന് പറയാം. അപ്പൊ ഇതുവരെ ഞങ്ങൾ പറഞ്ഞത് നിലവിൽ റൺ ചെയ്യണ അല്ലെങ്കിൽ നിലവിൽ പ്രചാരണത്തിലുള്ള വൈറസ് അതുപോലെ തന്നെ അതിനെ ബാധിക്കുന്ന വിഷയങ്ങളൊക്കെയാണ്. ഇതിന് നമുക്ക് എങ്ങനെ ഒരു പ്രതിരോധം സൃഷ്ടിക്കാം എന്നുള്ളതാണ് അടുത്ത ചർച്ച ചെയ്യുന്നത്. ഒന്ന്, ഫോർട്ടിഫിക്കേഷൻ ലൈൻസ്, സെക്യൂർ കണക്ഷൻസ്. നമുക്ക് നമ്മളിപ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ മൊബൈലൊക്കെ സ്വയം പ്രവർത്തിക്കാൻ കഴിയൂല. ഇതിന് ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് കണക്ട് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് വൈഫൈ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് നെറ്റ്വർക്ക് ആയിരിക്കും. ഇതിന് ഏറ്റവും സേഫ് നമ്മുടെ സ്വന്തം മൊബൈലിൽ നെറ്റ്വർക്ക് ആണെങ്കിൽ വലിയ പ്രയാസം ഉണ്ടാവില്ല. നമ്മൾ വൈഫൈക്ക് യൂസ് ചെയ്യണമെങ്കിൽ അത് നമ്മളൊന്നും കൂടി ഒന്ന് വെരിഫൈ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വീട്ടിലെ വൈഫൈന് വലിയ സീൻ ഉണ്ടാവില്ല, പക്ഷെ മറ്റു പബ്ലിക് വൈഫൈകളൊക്കെ ഉണ്ടാവും. ഇതിനൊക്കെ ഒരുപാട് സെക്യൂരിറ്റി പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിന്റെ ഡാറ്റകളൊക്കെ ഒരു തേർഡ് പാർട്ടിക്ക് പോയിക്കൊണ്ടേയിരിക്കും. അത് ലീഗലാണെന്ന് വെച്ചാൽ ലീഗലാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒരേ വൈഫൈയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരേ ആൽഗോരിതങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അത് ആ വൈഫൈയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരേ മൈൻഡിലുള്ള ആൾക്കാരായിരിക്കും എന്നുള്ള ഒരു പ്രോഗ്രാമിങ്ങോട് അപ്പുറത്ത് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ നമ്മുടെ കണക്ഷൻസ് സെക്യൂർ ചെയ്യാം? ഫസ്റ്റ് സംഗതി നോക്കാം. VPN യൂസ് ചെയ്യാം. VPN എന്ന് പറഞ്ഞാൽ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. ഇപ്പൊ നമ്മളിപ്പോ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നത് നമ്മുടെ മൊബൈലിൽ ഒരു IP അഡ്രസ് ഉണ്ട്, അതുപോലെ തന്നെ വെബ്സൈറ്റിനും ഒരു IP അഡ്രസ് ഉണ്ട്. ഈ രണ്ട് അഡ്രസ്സുകളും തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണ് ശരിക്കും കണക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു IP അഡ്രസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ലൊക്കേഷന്, ടൈം, ഇതെല്ലാം കണക്ട് ചെയ്തിട്ടാണ്. VPN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിന്റെ ആ ഒരു ലൊക്കേഷൻ മാസ്ക് ചെയ്യും. നമുക്ക് വേറൊരു എന്താ പറയാ വേറൊരു IP അഡ്രസ് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ ഒറിജിനൽ ID എവിടെ ഷോ ചെയ്യപ്പെടാതെ പോകും. സാധാരണ VPN നമ്മൾ ഒരുപാട് മാലാക്ടിവിറ്റീസിന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും VPN യൂസ് ചെയ്യുന്ന ഒരു നല്ല സംഗതിയാണ്. പക്ഷെ VPN-ലും ഒരുപാട് വ്യത്യാസങ്ങൾ. നമ്മളെല്ലാവരും യൂസ് ചെയ്യല് വളരെ ഫ്രീ VPN നോക്കിയിട്ടാണ്. ഫ്രീ VPN നോക്കുമ്പോൾ അതിലും എന്താ പറയുക, അതിലധികം ഉള്ളത് ഇത്തരം മാൽവെയറുകളായിരിക്കും. അപ്പൊ മാൽവെയറിന് രക്ഷപ്പെടാൻ യൂസ് ചെയ്യുന്ന VPN അങ്ങനെ പ്രയാസമുണ്ടാകും. അപ്പൊ VPN യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, പെയ്ഡ് ആകുമ്പോഴും പെയ്ഡും അത് ഒതന്റിസിറ്റി ചെക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുക. ഫ്രീ ആണെങ്കിൽ ഒരു പ്രത്യേക എക്സ്പേർട്ട് എന്നുള്ള നിർദ്ദേശങ്ങൾ വാങ്ങിയിട്ട് യൂസ് ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് നമ്മൾ മൊബൈൽ നെറ്റ്വർക്ക് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പേഴ്സണൽ വൈഫൈകൾ യൂസ് ചെയ്യുക. മറ്റേത് യൂസ് ചെയ്യുമ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റകളൊന്നും നമ്മൾ അതിൽ ഓപ്പൺ ചെയ്യാതിരിക്കാം. ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് ചെയ്താൽ മതി. പിന്നെ ഇമെയിൽ സെക്യൂരിറ്റി, അതായത് നമ്മൾ OTP അതുപോലെ തന്നെ മറ്റൊരാൾക്ക് ഇമെയിൽ ത്രൂ ആയിരിക്കും വരുന്നുണ്ടാവുക. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? മാസ്ക് ചെയ്യാം. എന്ന് വെച്ചാൽ ഒരു മൂന്നാമത്തെ പാർട്ടികൾ യൂസ് ചെയ്യണമെങ്കിൽ നോക്കുക. പിന്നെ നമ്മുടെ ഇമെയിൽ വേറെ ഓപ്പൺ അല്ല എന്നുള്ള ഉറപ്പ് വരുത്തുക. അത് നമ്മുടെ സിസ്റ്റത്തിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ഇമെയിൽ വേറെ ഓപ്പൺ ആണെങ്കിൽ ക്ലോസ് ചെയ്യണം. കാരണം ഒരു ഇമെയിൽ കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഡീറ്റെയിൽസ് ഒക്കെ കിട്ടി. പിന്നെ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഈവൻ നമ്മുടെ മറ്റു ആപ്പ് ബാങ്ക് അക്കൗണ്ട് പാസ്വേഡ് ഇമെയിലിന്റെ ഇത് വെച്ച് പാസ്വേഡ് സേവ്ഡ് ആയിരിക്കും ഗൂഗിൾ അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ.
അത് ശ്രദ്ധിക്കാം. പിന്നെ സെക്യൂർ കണക്ഷൻസ്, നേരത്തെ പറഞ്ഞ പോലെ VPN യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇമെയിലിന്റെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക. ഇതിൽ ഡിവൈസിന്റെ പ്രൊട്ടക്ഷൻ നമ്മൾ ആന്റിവൈറസ് ഇതാക്കണം. അതുപോലെ തന്നെ ലോക്ക് ആൻഡ് എറേസ് പ്രോട്ടോകോൾസ്, അതായത് നമുക്ക് ആവശ്യമുള്ള സംഗതി ഫയലുകൾ ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്യണം എന്ന് വളരെ മാൻഡേറ്ററി ചെയ്യുന്ന സംഗതിയാണ്. അതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് ഫയലുണ്ടാവും, അത് എറേസ് ചെയ്യണം, ഒഴിവാക്കണം, ഡിലീറ്റ് ചെയ്യണം. കാരണം പിന്നീട് നമുക്കത് ഒരു ഓർഡർ വെക്കാൻ കഴിയൂല. പിന്നെ അതുപോലെ തന്നെ ഈ സിസ്റ്റത്തിനും അതുപോലെ തന്നെ മൊബൈലിലും ആപ്പിനൊക്കെ വരുന്ന അപ്ഡേറ്റ്സ് കാര്യങ്ങൾ കൃത്യമായി ചെയ്യാം. പിന്നെ പുറത്തുനിന്ന് ചെയ്യാൻ പറ്റിയ സംഗതികളാണ് സെക്യൂർ കണക്ഷൻസ്. അതായത് നമ്മൾ ബാക്കപ്പ് കൃത്യമായിട്ട് ചെയ്യാം. നമ്മുടെ ക്ലൗഡ് സ്റ്റോറേജ് അല്ലെങ്കിൽ ക്ലൗഡ് സ്റ്റോറേജ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ബാക്കപ്പ് ഓപ്ഷൻസിന്റെ ബാക്കപ്പ് ചെയ്യാം. പിന്നെ ഇതിലിപ്പോ ഏതെങ്കിലുമൊക്കെ അറ്റാക്ക് കാര്യങ്ങൾ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മുടെ ഡാറ്റകൾ ഒന്നും കൂടി ഒന്ന് റീസ്ട്രക്ട് ചെയ്യണം. ഡാറ്റ റിസൈലിയൻസ് എന്ന് പറയും. അതായത് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൂർവ്വസ്ഥിതി പ്രാപിക്കാനുള്ള ഒരുപാട് ബാക്കപ്പ് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ മൊബൈലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫൈൻഡ് മൈ ഡിവൈസ് എന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് സാധനങ്ങൾ സിസ്റ്റത്തിൽ ഫിസിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റകളൊക്കെ വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. അത് വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കപ്പ് ചെയ്ത ഡാറ്റ നമ്മളെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് റിട്രീവ് ചെയ്യാം. അപ്പം ബാക്കപ്പ് കാര്യം നമ്മൾ കത്തിൽ ശ്രദ്ധ പുലർത്തുക. ഇതിന് കുറച്ച് ബെസ്റ്റ് പ്രാക്ടീസുകളുണ്ട്. നമ്മളിപ്പോ ഏത് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴോ കുറെ ഓപ്ഷൻസ് നമ്മൾ മുന്നിൽ കാണിക്കും. അപ്പൊ ഓപ്ഷൻസ് കാണിക്കുമ്പോൾ അതിൽ ഒരുപാട് ഓപ്ഷൻസ് നമ്മൾ ചതിയിൽ വീഴ്ത്താറുണ്ടാവും, ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഉപകാരമുണ്ടാവും. അപ്പൊ നമ്മൾ എല്ലാം വായിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ടിക്കുകൾ കൊടുക്കുക. ഇതിലിപ്പോ ഒതന്റിക്കേഷൻ സോഫ്റ്റ്വെയർ തന്നെ കൊടുത്തിട്ടുണ്ട്. 2 ഫാക്ടർ ഒതന്റിക്കേഷൻ എന്നുള്ള ശേഷം ഇതിൽ കാണിക്കും. എന്ത് ചെയ്യണം, നമ്മൾ മസ്റ്റ് ടിക്ക് ചെയ്യണം. എന്ന് വെച്ചാൽ ഇത് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള എൻട്രികൾ മാത്രം ഇതിൽ പരിഗണിക്കുള്ളൂ എന്നർത്ഥം. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് അതുപോലെ തന്നെ GPS ഇതൊക്കെ ഡിസേബിൾ ചെയ്യല്ലേ ചോദിക്കും. ഡിസേബിൾ ചെയ്യാൻ പറഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യില്ല, നമ്മൾ ഇത്ര ഡീറ്റെയിൽസ് ഒന്നും കിട്ടൂല. പിന്നെ USB ഡ്രൈവേഴ്സ് ഒക്കെ സിസ്റ്റത്തിൽ അത് ഇജക്ട് ചെയ്യുമ്പോഴൊക്കെ അത് വളരെ സ്കാൻ ചെയ്തിട്ട് ആന്റിവൈറസ് ചെക്ക് ചെയ്തിട്ട് അത് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ ക്ലിയർ കുക്കീസ്, അതായത് പരസ്യങ്ങൾക്ക് കുക്കീസ് എന്ന് പറയാം. അപ്പൊ അത് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ ആവശ്യപ്പെടാം. ചില വെബ്സൈറ്റിൽ എന്ത് ഉണ്ടാവും, ഇങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ടാവില്ല, ക്ലിയർ കുക്കീസ് ഉണ്ടാവില്ല. ക്ലിയർ കുക്കീസ് ഇല്ലാത്ത ഇതിൽ നമ്മൾ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷെ കുക്കീസ് നമ്മൾ അതിന് ക്ലിക്ക് ചെയ്യുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കണം. കാരണം ചിലത് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു സിമ്പിൾ കുക്കി സിമ്പിൾ പരസ്യമായിരിക്കും. പക്ഷെ അതിന്റെ അടിയിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം, അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ലിങ്കോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മാൽവെയറിന്റെ ലിങ്കുകൾ കാര്യങ്ങളെ അടിയിൽ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. കുക്കീസ് ക്ലിയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ക്ലിയർ ചെയ്യാം. ഇനി ഇങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. അപ്പൊ അത് ശ്രദ്ധയോടെ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ നിലവിൽ ആഡ് ബ്ലോക്കേഴ്സ് ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതിലിപ്പോ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ടാവുക. പേയ്മെന്റ് കൊടുത്ത് യൂസ് ചെയ്യണതിലൊക്കെ നമുക്ക് മാക്സിമം കുക്കീസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. ഇതിൽ നമുക്ക് വളരെയധികം ഹാംഫുൾ ആയിട്ടുള്ള സംഗതികളുണ്ട്, വലിയ പ്രയാസമില്ലാത്ത സംഗതികളുണ്ട്. മിസ്ഇൻഫോർമേഷനും അതുപോലെ ഡിസ്ഇൻഫോർമേഷൻ എന്ന സംഗതികളുണ്ട്. മിസ്ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാല് അത് ഓൾറെഡി അങ്ങനെ ആയി തീരില്ലായിരിക്കും. എന്ന് വെച്ചാല് അത് പ്രത്യേകിച്ച് മിസ്ഇൻഫോർമേഷൻ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാന്നുള്ള ലക്ഷ്യത്തിൽ ഉണ്ടാക്കിയതായിരിക്കൂല. പക്ഷെ നമ്മൾ എന്തായിരിക്കും, നമ്മൾ ഉപയോഗിക്കുന്നത് മിസ്ഇൻഫോർമേഷൻ ആയിട്ടായിരിക്കും. ഡിസ്ഇൻഫോർമേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അത് തെറ്റിദ്ധരിപ്പിക്കാന്നുള്ള ഉദ്ദേശത്തിൽ ഒരാൾ ക്രിയേറ്റ് ചെയ്ത് വിടുന്ന ഇൻഫോർമേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ അതിന്റെ ഫേക്ക് ഇമേജ് കാര്യങ്ങളൊക്കെ ഡിസ്ഇൻഫോർമേഷൻ ആയിട്ട് കൂട്ടാം, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാന്നുള്ള ലക്ഷ്യത്തിൽ. പിന്നെ അതിൽ ലെസ് ഹാംഫുൾ എന്നുള്ള രൂപത്തിൽ നമ്മൾ ഒരു കാറ്റഗറൈസേഷൻ നടത്തിയിട്ടുണ്ട്. സാറ്റയർ ആൻഡ് പാരഡി. അപ്പോ തമാശക്ക് ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ടാവും. കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഇത് ഒറിജിനലാന്ന് തെറ്റിദ്ധരിച്ചേക്കാം. ഇതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടിക്കുന്ന ലക്ഷ്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് യൂസ് ചെയ്യുന്ന സംഗതിയാണ് സാറ്റയർ അല്ലെങ്കിൽ പാരഡി ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫാൾസ് കണക്ഷൻസ്, അതായത് നല്ല ക്യാച്ച് ആയിട്ടുള്ള നല്ല ഫിഷ് ആയിട്ടുള്ള ഹെഡ്ലൈൻസ് കൊടുത്തിട്ടുണ്ടാവും, ഹെഡിങ്സ്, പക്ഷെ കണ്ടന്റിനോട് സപ്പോർട്ട് ചെയ്യാനായിരിക്കില്ല. ഇതൊക്കെ ലെസ് ഹാംഫുൾ ആണ്. നമ്മുടെ സമയം ഭയങ്കര നമ്മുടെ സമയത്തിന് പ്രയോജനം കൊടുക്കണ ഇതിനൊക്കെ പ്രയാസമുണ്ട്. പക്ഷെ ഇതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ സേഫ്റ്റി കാര്യങ്ങൾ വലിയ ഇഷ്യൂ ഇല്ല. എന്നാൽ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കും. അപ്പം എന്തെങ്കിലും ക്രിട്ടിക്കൽ തിങ്കിങ് ഉപയോഗിച്ചിട്ട് ഇതൊക്കെ വെരിഫൈ ചെയ്യണം. പിന്നെ മിസ്ലീഡിങ് കണ്ടന്റ്സ് എന്ന് വെച്ചാല് വിഷയങ്ങളൊക്കെ ഒരു വഞ്ചിക്കുന്ന രൂപത്തിൽ ഇതൊക്കെ. അപ്പൊ പ്രത്യേകിച്ച് അർത്ഥങ്ങളില്ലാത്ത ഒരുപാട് സാധനങ്ങൾ ഇതൊക്കെ. അപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു വേറെ എന്തെങ്കിലും രൂപത്തിലേക്ക്
കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന ഒരുപാട് സംഗതികൾ മുന്നിൽ ഡിസ്പ്ലേ ചെയ്യുക. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് സംഗതികളായിക്കാരം, അല്ലെങ്കിൽ നമ്മളെ സിസ്റ്റത്തിന് മാൽവെയർ അല്ലെങ്കിൽ ഇത്തരം സംഗതികൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന രൂപത്തിലുള്ള സംഗതികളായിക്കാരം. അതിനാൽ മിസ്ലീഡ് ചെയ്യുക, നമ്മള് തെറ്റിദ്ധരിപ്പിക്കുന്ന കണ്ടന്റുകൾ. പിന്നെ ഫാൾസ് കോണ്ടസ്റ്റ്. ഒരു ഫാൾസ് കോണ്ടസ്റ്റ് എന്നാൽ സാഹചര്യം തെറ്റായിരിക്കും, പക്ഷെ ജെന്യൂൻ കണ്ടന്റ് ആയിരിക്കും. ആ രൂപത്തിൽ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉദ്ദേശത്തില്. പിന്നെ ഇമ്പോസ്റ്റർ കണ്ടന്റ്. ഒരു ജെന്യൂൻ സോഴ്സുകളിൽ വളരെ ഒതന്റിക് ആയിട്ടുള്ള സോഴ്സുകൾ ഇംപേഴ്സണേറ്റ് ചെയ്യുക. അതായത് ഫോട്ടോയിൽ കാണിക്കുന്ന പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിന്റെ കാര്യമായിരിക്കും, ആ വ്യക്തിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലുമൊക്കെ ചോർത്തിയിട്ട് ആ വ്യക്തിയെ നമ്മൾ അഭിനയിക്കുക. പിന്നെ ഫാബ്രിക്കേറ്റഡ് കണ്ടന്റ്. ഇതാണ് കംപ്ലീറ്റ് ഡിസ്ഇൻഫോർമേഷൻ. അതായത് ഇത്തരം കണ്ടന്റുകൾ പൂർണ്ണമായിട്ട് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അതുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ലക്ഷ്യം മാത്രം. ഇപ്പൊ AI ത്രെറ്റ് നടി കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാല് AI ജനറേറ്റീവ് AI വളരെയധികം ഫേക്ക് ആയിട്ടുള്ള ഇമേജ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇത്തരം സംഗതികളൊക്കെ നമ്മള് റീസെന്റ് ആയിട്ട് നടന്ന ഒരുപാട് വാർസല് നമ്മൾ കണ്ടതാണ്. അതായത് ചില സ്ഥലത്ത് ബോംബാടും നടന്നിട്ടില്ലെങ്കിലും അങ്ങനത്തെ ഫോട്ടോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ നമുക്ക് ഒറിജിനൽ ഏതാണ് ഫേക്ക് ആണോ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. ഇത് നമ്മൾ ഇത്തരം സംവിധാനങ്ങളൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ക്രിട്ടിക്കൽ തിങ്കിങ്ങോടെ നമുക്കത് ക്രിട്ടിക്കൽ ഐയോട് കൂടി നമുക്ക് ഇതൊക്കെ വിശകലനം ചെയ്യാൻ പറ്റും. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഫേക്കും ഒറിജിനലൊക്കെ അറിയാൻ പറ്റും. നമ്മളിപ്പോ ഗൂഗിളിലെ ഓൺലൈനായിട്ട് തന്നെ ഇതിന്റെയൊക്കെ ഒതന്റിസിറ്റി ചെക്ക് ചെയ്യാൻ പറ്റിയ ആപ്പുകൾ കാര്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പൊ ഒരു ഫോട്ടോ കിട്ടി കഴിഞ്ഞാൽ ആ ഫോട്ടോ നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അറിയാൻ പറ്റും ഇത് ഒതന്റിക് ആണോ അതല്ലെങ്കിൽ ഇത് AI വെച്ച് ക്രിയേറ്റ് ചെയ്താണെന്നുള്ളതൊക്കെയാണ്. എങ്ങനെ നമുക്ക് ഫേക്ക് ന്യൂസ് വെരിഫൈ ചെയ്യാന്നുള്ളത്. റിവേഴ്സ് ഇമേജ് സെർച്ച്. ഒരു ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സംശയം തോന്നുന്നുണ്ട് ഈ ഇമേജ് AI വെച്ച് ക്രിയേറ്റ് ചെയ്താണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് തോന്നിക്കഴിഞ്ഞാൽ അടിയിൽ 1-2 അപ്ഡേറ്റ്സ് ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തുന്നുണ്ട്. TinEye അതുപോലെ തന്നെ ഗൂഗിൾ ഇമേജ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ TinEye ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യല്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇമേജ് ഒറിജിനൽ ആണോ എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ക്രോസ് റെഫറൻസ്. ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡാറ്റയിൽ ഇതിന്റെ സോഴ്സ് കൃത്യമായിട്ട് സൈറ്റേഷൻ നടക്കണം. ഫോർ എക്സാമ്പിൾ ആരാണിത് പറഞ്ഞത്, അത് പിന്നെ ഈ പറഞ്ഞത് എവിടെയാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അതിന് ഡേറ്റ്, ടൈം, പിന്നെ അതുപോലെ തന്നെ ആളെ കുറിച്ചുള്ള ഒതന്റിസിറ്റി, ആൾ ഒതന്റിക് ആണോ, ഇത്തരം സംഗതികളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ അറിയാൻ പറ്റും ഈ പറഞ്ഞ ഡാറ്റ, നമുക്ക് ലഭിച്ച ഡാറ്റ ഒതന്റിക് ആണോ അല്ലെങ്കിൽ അൺഒതന്റിക് ആണോ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ക്രോസ് റെഫർ ചെയ്യാം. പിന്നെ ചെക്ക് ബയാസ്, അതായത് പക്ഷപാതങ്ങൾ ഉണ്ടോന്ന് ചെക്ക് ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഈ പാലസ്തീൻ ഇസ്രായേൽ വാർ നടക്കണം. അപ്പോ സ്വാഭാവികമായിട്ടും ജനങ്ങള് ഓരോരുത്തരും ഓരോ പക്ഷത്തേക്കാരും വളരെ ലിബറൽ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ വളരെ കുറവേക്കാരും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഫലസ്തീന് ഇസ്രായേലിന് ബോംബിട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കൂല. അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ രൂപത്തിൽ നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യും. നമ്മളിപ്പോ ഫലസ്തീൻ അനുകൂലിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നേരെ തിരിച്ചാണെങ്കിൽ നേരെ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ആരാണോ അനുകൂലിക്കുന്നത് അവർ പക്ഷത്തേക്ക് നമ്മൾ നിൽക്കുന്നുണ്ടാവുക. അപ്പൊ കൺഫർമേഷൻ ബയാസ്, ആ സംഗതി നമ്മൾ വരുമ്പോൾ ചെക്ക് ചെയ്യാം. പിന്നെ ലീഗൽ റീപ്രിസ്ക്രിപ്ഷൻസ്, അതായത് ഇങ്ങനത്തെ ഫേക്ക് ന്യൂസ് ഇതുപോലത്തെ ഒരുപാട് സംഗതി ലോകത്ത് നടക്കുന്നുണ്ടെങ്കിലും ഇതിനൊക്കെ ഒരു വിധത്തിൽ ലിമിറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സംഗതികൾ നമ്മുടെ ഓരോ ഗവൺമെന്റും രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിലിപ്പോ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് പ്രകാരമുള്ള ഇന്ത്യൻ ലീഗൽ റൂൾസ് പ്രകാരമുള്ള കുറച്ച് സംഗതി കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ 153A ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്തരം സോഷ്യൽ കണ്ടന്റുകൾ റിലീജിയനോ അല്ലെങ്കിൽ മതത്തിനെ എന്തെങ്കിലുമൊക്കെ ജാതിനെ അതിന്റെ ഐക്യത്തിനെ തകർക്കുന്നതാണെങ്കിൽ 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. ഓരോ രാജ്യത്തും ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലൊക്കെ ഇത്തരം കുറച്ച് ജോലിക്കാരുണ്ടാവും. അപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ സംഗതിയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എഴുത്ത് കാര്യങ്ങൾ അതിൽ എനേബിൾ ചെയ്ത് കഴിഞ്ഞാലൊക്കെ അത് അതിന് പോസ്റ്റ് ചെയ്ത ഉടനെ തന്നെ ഇത്തരം സ്റ്റാഫുകളിലേക്ക് ഇത് ഷെയർ ചെയ്യപ്പെടും. പിന്നെ അവരൊരു സർട്ടിഫിക്കേഷൻ ലഭിക്കണം. അതായത് ഇത് ഇന്ന പ്രത്യേകിച്ച് കണ്ടന്റ് കാര്യങ്ങളൊന്നും ഫോക്കസ് ചെയ്യണില്ല, ഏതെങ്കിലും പ്രത്യേക സമൂഹത്തിന് ഇകഴ്ത്തുന്ന രൂപത്തിലോ അങ്ങനെ എന്തെങ്കിലും ഇല്ലാന്ന് അവരെ സർട്ടിഫിക്കറ്റ് കിട്ടണം. അങ്ങനെ ഉണ്ടെങ്കിൽ അവരിത് നീക്കം ചെയ്യും. ഒരുപാട് കേസുകളുണ്ട്. ഇത് വളരെ എന്താ പറയാ അറിയാതെ ചെയ്ത് കഴിഞ്ഞാലാണ് അവർ നേരിട്ട് നീക്കം ചെയ്യാം. ഇത് വളരെ കോമൺ ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് 3 വർഷം വരെ ശിക്ഷ ലഭിക്കാം. അങ്ങനെ കൊടുത്തിട്ടുള്ളത്. പിന്നെ സെക്ഷൻ 499 അതുപോലെ തന്നെ
500. ഇതെന്താണ്? ഡിഫേമേഷന്, ഹാർമിംഗ് റെപ്യൂട്ടേഷൻ വിയ ഫേക്ക് ന്യൂസ്. അപ്പോ ഫേക്ക് ന്യൂസ് വഴി ഒരാളെ റെപ്യൂട്ടേഷൻ തകർക്കുകയോ അല്ലെങ്കിൽ അതിന് വ്യക്തിനെ ഡിഫെയിം ചെയ്യാൻ, ഫേമസ് കളയുകയും ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള സെക്ഷൻ ആണിത്. അതുപോലെ തന്നെ സെക്ഷൻ 505 ജനങ്ങളുടെ ഇടയിൽ ആവശ്യമില്ലാതെ പേടികള് പരത്തുക, ഇത്തരം സംഗതികൾ സെക്ഷൻ 505 സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 295 ഇതിൽ ഫസ്റ്റ് പറയുന്നതും കൂടി അപ് ടു സുപ്രീം വെർഷനാണ്. മതേകീയ കാര്യങ്ങൾ ഇടപെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ കലാപങ്ങൾ സൃഷ്ടിക്കുക. ഇതിനൊക്കെ 3 വർഷം വരെ തടവ് ലഭിക്കുക എന്നുള്ള സൂചിപ്പിക്കുന്നത്. IT ആക്ട് 2000 എന്നുള്ള ഒരു കുറച്ച് ആക്ട്സ് ഉണ്ട്. ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചില വിഷയങ്ങളൊക്കെ വിശദമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. സെക്ഷൻ 65 ടാമ്പറിംഗ് എന്നുള്ള സംഗതി പറയുന്നുണ്ട്. അതായത് ഏതെങ്കിലും ഒരു വ്യക്തി കമ്പ്യൂട്ടർ കോഡ് തകർക്കുകയോ അല്ലെങ്കിൽ ഇതിനെ കൺസീൽ ചെയ്യണതിനാണ് ടാമ്പറിംഗ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഓരോ സിസ്റ്റമോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ എന്താ ആപ്ലിക്കേഷൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് ഇതിന്റെ പിന്നിൽ ഒരു കോഡ് റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് വേറെ എന്തെങ്കിലുമൊക്കെ രൂപത്തിൽ മാൽവെയർ കയറ്റിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വൈറസ് കാര്യങ്ങൾ എനേബിൾ ചെയ്തിട്ടൊക്കെ ഇത് തകർക്കുന്നതിനാണ് ടാമ്പറിംഗ് എന്ന് പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ മൊബൈലിലെ IMEI നമ്പർ നമ്മൾക്കറിയാം. ഇത് യുണീക്ക് കോഡേക്കാരം ഓരോ മൊബൈൽ നമ്പർ. ഇത് വെച്ചിട്ടാണ് ഫോണ് മോഷണം പോയാലൊക്കെ ട്രാക്കിംഗ് ഒക്കെ നടക്കല്. ഇത് ടാമ്പർ ചെയ്തിട്ട് അത് മൊബൈലിനുള്ളിൽ കോഡ് ചെയ്യപ്പെട്ട സംഗതിയാണ്. അത് ടാമ്പർ ചെയ്തിട്ട് IMEI കോഡ് മാറ്റാം. അപ്പൊ മാറ്റുകയാണ് ടിപ്സ് എന്താ വെച്ചാല് ആ ഫോണിനെ ട്രാക്ക് ചെയ്യാതിരിക്കാന്നല്ല. അപ്പൊ ഇതിനെന്ത് ചെയ്യാം? 3 വർഷം വരെ തടവും 2 ലക്ഷം ഫൈനും കിട്ടാം. ഇത് മാക്സിമം കേട്ടോ. ഇതിന്റെ ഗൗരവം അനുസരിച്ച് കൂടാം, ഗൗരവം അനുസരിച്ച് ഇതുവരെ എത്താം, ഇതിനനുസരിച്ച് കുറയാം. പിന്നെ സെക്ഷൻ 66 ഇതിനുള്ള കമ്പ്യൂട്ടർ ഒഫൻസ് ആണ്. ഇതില് എല്ലാ സംഗതികളും നേരത്തെ പറഞ്ഞ ഒരുപാട് സംഗതികൾ വരുന്നുണ്ട്. അത് ഒരാൾ പെർമിഷൻ കൂടാതെ ആ ഡാറ്റകൾ നമ്മൾ കൈക്കലാക്കല്, അതുപോലെ തന്നെ ഡാറ്റകൾ കോപ്പി ചെയ്യല്, വൈറസ് ഇൻട്രൊഡ്യൂസ് ചെയ്യല്, അതുപോലെ തന്നെ നെറ്റ്വർക്കിനെ തകർക്കല്, ഇതിനൊക്കെ 3 വർഷം വരെ ഇംപ്രസ്മെന്റ് ജയിൽ തടവ് ലഭിക്കാം. അതുപോലെ തന്നെ 5 ലക്ഷം ഫൈൻ ലഭിക്കാം. മാക്സിമം ആണ് ഇതിന്റെ ഗൗരവം അനുസരിച്ച് സംഗതി ഇതുവരെ കിട്ടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. തെഫ്റ്റ്, ഫ്രൗഡ്, ഐഡന്റിറ്റി ഈ 3 സംഗതികൾ കൺസേൺ ചെയ്തിട്ടുള്ള കുറച്ച് റൂൾസ് ആണ്. സെക്ഷൻ 66B സ്റ്റോളൻ റിസോഴ്സസ് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ മൊബൈലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് മോഷ്ടിക്കാം. ഒരാളെ കാൾ ഹിസ്റ്ററി അല്ലെങ്കിൽ കാൾ റെക്കോർഡ് എന്നൊക്കെ പറഞ്ഞ ആളെ പേഴ്സണൽ ഡാറ്റയാണ്. ഇത് വേറെ ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാമിങ്ങോ അല്ലെങ്കിൽ ഹാക്കിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇത് മോഷ്ടിക്കുക എന്നുള്ളത് 3 വർഷം വരെ തടവും 1 ലക്ഷം ഫൈനും കിട്ടാൻ വരെയുള്ള കുറ്റമാണ്. അതുപോലെ സെക്ഷൻ 66C ഐഡന്റിറ്റി തെഫ്റ്റ്. ഇപ്പോ നമ്മുടെ സിഗ്നേച്ചർ, ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ ഫിംഗറൊക്കെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ ആയിട്ട് കൂട്ടാം. അല്ലെങ്കിൽ പാസ്വേഡ്, ഇത് യുണീക്ക് ഐഡികള്, ഇതൊക്കെ ശരിക്ക് യുണീക്ക് സംഗതികളാണ്. ഞാൻ പോയി മാത്രമേ ഉള്ളൂ ഇത് ഐഡി വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഇത് പ്രത്യേകം യൂസ് ചെയ്ത് നമ്മുടെ എയർപോർട്ടിലെ എക്സിറ്റ് ഡിപ്പാർച്ചറിലെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്തിട്ടാണ് അവിടെ ഇതാക്കുക. ഇത് തെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ 3 വർഷം വരെ തടവും 1 ലക്ഷം ഫൈനും ലഭിക്കാം. പിന്നെ ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ. പേഴ്സണേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഒരു മാസ്കിന്റെ ചിഹ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു വ്യക്തിയുടെ അതേ റോളിൽ നമ്മൾ ഇറങ്ങിയിട്ട് ആ വ്യക്തിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ വെരിഫൈ ചെയ്യുക. ഇതിനാണ് പേഴ്സണേഷൻ എന്ന് പറയാം. നമ്മളല്ലാത്തൊരു വ്യക്തിയായിട്ട് നമ്മൾ അഭിനയിക്കുക, എന്നിട്ട് ആ വ്യക്തിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോർത്തിയിട്ട് ആ വ്യക്തിയുടെ അക്കൗണ്ടിലൊക്കെ നമ്മൾ കയറിയിട്ട് മറ്റു സംഗതികളൊക്കെ ഇതാക്കുക. ഇതിനാണ് പേഴ്സണേഷൻ എന്ന് പറയാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം വരെ തടവും 1 ലക്ഷം ഫൈൻ ലഭിക്കാം. IT Act 2000 പ്രൈവസി, ടെറർ, ഒബ്സെനിറ്റി ഇത് 3 കൺസേൺ ചെയ്യുന്ന കുറച്ച് നിയമങ്ങളാണ്. സെക്ഷൻ 66F സൈബർ ടെററിസം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂണിറ്റി, ഇന്റഗ്രിറ്റി, സെക്യൂരിറ്റി, സോവേണിറ്റി ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത് രാജ്യത്തിന് ബാധിക്കുന്ന സംഗതികളാട്ടാ. ഇതിനെന്തെങ്കിലുമൊക്കെ സംഗതി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1 വർഷം തടവോ അല്ലെങ്കിൽ 1-2 ലക്ഷം ഫൈനോ ആയിരിക്കും. ലൈഫ് ഇംപ്രസ്മെന്റ് കിട്ടും, ജീവപര്യന്തം കിട്ടും. ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ 12 വർഷം വരെ തടവ് ലഭിക്കാം. അപ്പോ ഇത്തരം സംഗതികൾ പ്രൊമോട്ട് ചെയ്യുകയോ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു വിഷയത്തിൽ ഇതുവരെ നമുക്ക് ലൈഫ് ഇംപ്രസ്മെന്റ്
ശിക്ഷ ആയിട്ട് കിട്ടും. പിന്നെ സെക്ഷൻ 66 പ്രൈവസി വയലേഷൻ. ഒരാളെ പ്രൈവറ്റ് ഏരിയകളെ ആളെ സമ്മതമില്ലാതെ ഫോട്ടോ എടുക്കുകയോ പബ്ലിഷ് ചെയ്യുകയോ ആളെ ഇമേജ് വേറെ ഏതെങ്കിലും രൂപത്തിൽ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ 3 വർഷം വരെ തടവും 2 ലക്ഷം ഫൈൻ ലഭിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ഇപ്പൊ നമ്മള് ചിലപ്പോൾ ഒരുപക്ഷെ ഫോണിലെടുത്ത ഫോട്ടോകളും വീഡിയോസ് ഒക്കെ ഒരുപക്ഷെ ഷെയർ ചെയ്യപ്പെടാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ്. അപ്പൊ അത് പോയി കഴിഞ്ഞാലൊക്കെ നമുക്ക് ആള് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ലീഗലി ശരിക്കും അതിന് ലേബിളാണ്. പിന്നെ സെക്ഷൻ 66, 67 അതുപോലെ തന്നെ 67A ഒബ്സീനിറ്റിയുമായി ബന്ധപ്പെട്ട് ഇത് ഈ കാലത്ത് വളരെ വ്യാപകം നടക്കുന്ന സംഗതിയാണ്. നമ്മളെ എപ്സ്റ്റീൻ കേസിലൊക്കെ ഇത്തരം വിഷയങ്ങൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത്. ഇപ്പൊ പെനാൽറ്റി സെക്സ്വലി എക്സ്പ്ലോയിറ്റ് ആയിട്ടുള്ള കണ്ടന്റ് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിന് എന്ത് പറയാം. ഇതിൽ ശിക്ഷ ഇത് കൊടുത്തിട്ടുള്ളൂ. 3 വർഷം മുതൽ 5 വർഷം വരെ തടവ് ലഭിക്കാം. അതുപോലെ തന്നെ ഇത് വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ സെക്കൻഡ് കൺവിഷനോട് വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ 5 വർഷം മുതൽ 7 വർഷം വരെ തടവ് ലഭിക്കാം. നമ്മൾ പ്രത്യേക ശ്രദ്ധിക്കുന്ന സംഗതിയാണ്. ബ്രീച്ച് ഓഫ് പ്രൈവസി സെക്ഷൻ 72. ഒരാളെ സമ്മതമില്ലാതെ ഇലക്ട്രോണിക് റെക്കോർഡ് കാര്യങ്ങൾ നമ്മൾ കൈക്കലാക്കുകയാണെങ്കിൽ 2 വർഷം വരെ തടവും 1 വർഷം ഫൈൻ ലഭിക്കാം. ജസ്റ്റ് പറഞ്ഞു പോട്ടെ. പിന്നെ സ്റ്റാർക്ക് ബ്ലാക്ക് ഇന്റർവ്യൂ എന്ന് പറയും. ഒരാളെ ഡീറ്റെയിൽസും ഡാറ്റകളൊക്കെ നമുക്ക് നിയമപ്രകാരം ലഭിച്ചതേക്കാരം. പക്ഷേ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥനോ ഇത്തരം സംഗതികൾക്കൊക്കെ നമ്മൾ ഡാറ്റകൾ കൈമാറുമല്ലോ. അത് കിട്ടിയതിന് ശേഷം ഏതെങ്കിലും റോങ് ആയിട്ടുള്ള യൂസേജ് നടത്തുക. ഇതിന് 3 വർഷം വരെ തടവും 5 ലക്ഷം ഫൈൻ ലഭിക്കും. പിന്നെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഫ്രോഡ്, അതായത് ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഫാൾസ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഫ്രോഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. ഇതിൽ നമ്മൾ ഏതെങ്കിലും കമ്പനിന്റെ റെപ്യൂട്ടേഷൻ വെച്ചായിരിക്കും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കമ്പനി കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ലക്ഷം 1 വർഷം തടവും 1 ലക്ഷം തടവും 1 ലക്ഷം ഫൈനും പിന്നെ അതുപോലെ 2 വർഷം തടവും ലഭിക്കാം. പിന്നെ സൈബർ ഹൈജീൻ, നമ്മുടെ ഫിസിക്കൽ ഹൈജീന് അതുപോലെ തന്നെ മറ്റു സ്പിരിച്വൽ ഹൈജീൻ എന്നൊക്കെ പറയുന്ന പോലെ സൈബർ ഹൈജീൻ എന്ന സംഗതി ഉണ്ട്. നമ്മുടെ ഡാറ്റകളും അതുപോലെ തന്നെ ഇതൊക്കെ വളരെ സുരക്ഷിതമായി കിടക്കാനുള്ള നമ്മൾ എന്തൊക്കെയാണ് കയ്യിൽ കീപ്പ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിന് നമ്മൾ എന്തൊക്കെ സംഗതികൾ ചെയ്യണം. പാസ്വേഡ്സ് യൂസ് കോംപ്ലക്സ് പാസ്വേഡ് കോംപ്ലക്സ് ആയിരിക്കണം. കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ 8+ ക്യാരക്ടേഴ്സ് ഉണ്ടാവണം. അതുപോലെ തന്നെ മിക്സ്ഡ് ടൈപ്പ് ആണ്. ഇതിലൊരു ഫിഗർ വേണം. അതുപോലെ തന്നെ നമ്പർ യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ലെറ്റേഴ്സ് യൂസ് ചെയ്യുക. എല്ലാം കൂടി ഒരു കോമ്പിനേഷൻ ആക്കുക. അത് നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റിയ സംഗതികളാക്കുക. പിന്നെ പാസ്വേഡ് എവരി 45 ഡേയ്സിൽ ഒരു 45 ദിവസം കൂടുമ്പോൾ പാസ്വേഡ്സ് മാറ്റുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന സംഗതിയാണ്. മാറ്റം എന്ത് ചെയ്യണം, ഫോർഗറ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ മൊബൈലിന്റെ സേഫ്റ്റിക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയ സംഗതിയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പ് കാര്യങ്ങളൊക്കെ ഗൂഗിള് അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് മാത്രം ചെയ്യുക, അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് മാത്രം ചെയ്യുക. കാരണം ഈ ഒരു ആപ്പ് സ്റ്റോറോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറോ ഒക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഈ ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യണം മുന്നേ അവരൊരു വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ഇത് കയറ്റുള്ളൂ. അപ്പൊ എന്തെങ്കിലും പ്രയാസങ്ങളുടെ ആ ഒരു സ്റ്റേജിൽ തന്നെ അത് ബ്ലോക്ക് ചെയ്യും. അത് നമുക്ക് വേറൊരു ഗ്യാരണ്ടിയോട് ചെയ്യാം. എന്നാലും നമുക്ക് ചില പർപ്പസിനൊക്കെ ചിലപ്പോൾ ആപ്സ് അതിൽ നിന്ന് കിട്ടാതെ വരും. അപ്പൊ അങ്ങനത്തെ അവസ്ഥയിൽ എന്ത് ചെയ്യാം, നമ്മൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് അത് എക്സ്പെർട്ടിന്റെ സഹായത്തോടൊക്കെ ചെയ്യാം. അത് കയറ്റുമ്പോൾ തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ വൈറസ് ആന്റിവൈറസ് ഉണ്ടോ ചെക്ക് ചെയ്യണം. അതില്ലെങ്കിൽ അത് കയറ്റുന്ന കൂടെ തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ ആന്റിവൈറസ് കയറാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ റിവ്യൂ പോപ്പുലാരിറ്റി ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ സിസ്റ്റം കോൺഫിഗറേഷൻ, ഇതിന്റെ ഒരു സൂക്ഷ്മമായ റണ്ണിങ്ങിന് വേണ്ടിയിട്ട് DNSഉം അതുപോലെ തന്നെ NTP സെറ്റിംഗ്സ് ഒക്കെ എനേബിൾ ചെയ്ത് വെക്കണം. പിന്നെ ഗവൺമെന്റ് ഫ്രീ ആയിട്ട് ഓഫർ ചെയ്യുന്ന ഒരുപാട് ആന്റിവൈറസ് ഉണ്ട്, അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം. ഇതിൽ നമ്മൾ ഏറ്റവും പ്രോപ്പർ ആയിട്ട് 1-2 ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ മതി. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ ഉടനെ രജിസ്റ്റർ, നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റിയ സംഗതിയാണ്. ഉടനെ രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ആവശ്യമില്ലാത്ത സംഗതികൾ ബ്ലോക്ക് ചെയ്തിടാം, അത് ഒഴിവാക്കിയിടാം. നമുക്ക് യൂസ് ചെയ്യുന്ന സംഗതികൾ മാത്രം ഇതിൽ കൊടുത്തിട്ടാൽ മതി. പിന്നെ ഇത് കേസ് റിപ്പോർട്ട് ചെയ്താൽ നമുക്ക് പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യില്ല, നമുക്ക് അത് പിന്നെ ലീഗലി അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല അതിന് ടൈം കഴിഞ്ഞാലൊക്കെ. പിന്നെ സൈബർ ഹൈജീനിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാതിരിക്കണം, ആക്സസ് കൺട്രോൾ. നമ്മുടെ മൊബൈലിൽ ജയിൽ ബ്രേക്ക് നടത്തരുത്. എന്ന് വെച്ചാൽ നമുക്ക് ചില സംഗതികൾ കിട്ടൂല. ഇപ്പൊ ചില സംഗതികൾ സേഫ്റ്റി പർപ്പസിന് ചില വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ ജയിൽ ബ്രേക്ക് ചെയ്തിട്ട് എടുക്കാൻ ശ്രമിക്കരുത്. അതുപോലെ തന്നെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള റിമോട്ട് ടൂൾ നമ്മൾ യൂസ് ചെയ്യരുത്. ഇപ്പൊ ടീം വ്യൂവർ എനി ഡെസ്ക് ഇതിൽ കൊടുത്തേക്കണം. അപ്പൊ നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ, കാരണം ഫോർ എക്സാമ്പിൾ പിന്നെ സിസ്റ്റത്തിലുള്ള ഡാറ്റകൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ
ഇത് ഇത്തരം എനി ഡെസ്ക് കാര്യങ്ങൾ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ഞാൻ ആക്സസ് കൊടുക്കുന്ന ആൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് ഉറപ്പിക്കാൻ പറ്റൂല. പക്ഷെ വേറൊരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. കാരണം എനി ഡെസ്കിന്റെ പ്രോഗ്രാമിംഗ് കുറിച്ച് നമുക്ക് അറിയില്ല. അപ്പോൾ റിമോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സിസ്റ്റങ്ങൾ മാനേജ് ചെയ്യാൻ ഒരാൾക്ക് അവസരം കൊടുക്കണം. പിന്നെ സിസ്റ്റത്തിൽ കുറച്ച് എഡിറ്റിംഗ്സ് വരുത്തണം. അപ്പൊ എനിക്ക് പറ്റണില്ല. അപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന് വേണമെന്നുണ്ടെങ്കിൽ എന്റെ സിസ്റ്റത്തിന്റെ ആക്സസ് കൊടുക്കാം. അപ്പോൾ എനി ഡെസ്ക് ത്രൂ അങ്ങനെ ചെയ്യും. അപ്പോൾ എനി ഡെസ്ക് അങ്ങനത്തെ റിമോട്ടായിട്ട് ചെയ്യാൻ പറ്റിയ സംഗതികളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം വെരിഫൈഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം OS ഒക്കെ യൂസ് ചെയ്യുമ്പോൾ വെരിഫൈഡ് സാധനങ്ങൾ മാത്രം യൂസ് ചെയ്യാം. പിന്നെ പ്രൈവസിയുമായി ബന്ധപ്പെട്ട് പാസ്വേഡ് OTP ആരുമായി ഷെയർ ചെയ്യരുത്. പിന്നെ സെൻസിറ്റീവ് ഡീറ്റെയിൽസ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യരുത്. സെൻസിറ്റീവ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തരം സംഗതികൾ പ്രയാസം സൃഷ്ടിക്കുന്ന സംഗതികൾ എന്തായാലും. പിന്നെ ഡാറ്റ ഹാൻഡിലിങ്, അൺനോൺ USB ഡ്രൈവ്സ് യൂസ് ചെയ്യരുത്. സിസ്റ്റത്തിൽ എല്ലാം കിട്ടുന്ന USB ഡ്രൈവ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഭയങ്കര പ്രയാസമായിരിക്കും. പിന്നെ നമ്മൾ ഏതെങ്കിലും പ്രിന്റർ പബ്ലിക്കായിട്ട് യൂസ് ചെയ്യുന്ന പ്രിന്റ് ആക്കണം. അതിൽ പ്രിന്റ് ഹിസ്റ്ററി ഇടയ്ക്കിടയ്ക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഇന്റേണൽ ഡാറ്റകൾ പബ്ലിക് ക്ലൗഡ് സർവീസിലേക്ക് അപ്ലോഡ് ചെയ്യരുത്. നമ്മളിപ്പോ എല്ലാവർക്കും ഉണ്ടാവും പ്രൈവറ്റ് പബ്ലിക് ക്ലൗഡ് സർവീസ് ആയിരിക്കും. പബ്ലിക് ഇതിലേക്ക് നമ്മൾ കയറുണ്ടോ ചെക്ക് ചെയ്താൽ മതി. പിന്നെ സോഫ്റ്റ്വെയർ, അതായത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ അറ്റാച്ച്മെന്റ് കാര്യങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് സോഫ്റ്റ്വെയറുകൾ എത്തരുത്. അതായത് വേറെ എവിടെയെങ്കിലും വെബ്സൈറ്റിലൊക്കെ അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ച കുറച്ച് ടേംസ് കാര്യങ്ങൾ പരിചയപ്പെടുകയാണ്. ബോട്ട്നെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടേഴ്സ് കൺട്രോൾഡ് ബൈ എ റിമോട്ട് അറ്റാക്കർ, അതിനാണ് ബോട്ട്നെറ്റ് എന്ന് പറയുക. റിമോട്ട് എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു അറ്റാക്കർ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ കമ്പ്യൂട്ടർ കൺട്രോൾ ചെയ്യുക. ഇതിനാണ് ബോട്ട്നെറ്റ് എന്ന് പറയുക. പിന്നെ മാക് അഡ്രസ് എന്ന് പറയും യൂണിക് 12 ഡിജിറ്റ് ഹാർഡ്വെയർ ID. നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു ഹാർഡ്വെയർ ID കാരണം ഈ ID വെച്ചിട്ടായിരിക്കും ഓരോ വെബ്സൈറ്റിലേക്ക് നമ്മൾ എത്തുന്നുണ്ടാവുക. DNS ഫോൺ ബുക്ക് ഓഫ് ദ ഇന്റർനെറ്റിന്റെ ഓരോ ഫോൺ ബുക്ക് രൂപത്തിലായിരിക്കും DNS വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇതിലായിരിക്കും നമ്മൾ ഏതൊക്കെ സംഗതികൾ വിസിറ്റ് ചെയ്ത് പിന്നെ അതിന്റെ ഹിസ്റ്ററികൾ ഉണ്ടാവുക. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ബൈറ്റ് യൂസ് ചെയ്തിട്ട് ഇമെയിൽ ബേസ്ഡ് അറ്റാക്ക്. അപ്പൊ അതിൽ നമുക്കൊരു ബൈറ്റ് തരും. ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മീനിനൊക്കെ ബൈറ്റ് കൊടുക്കൂല, ആ ഒരു ഇരയിൽ കൊത്തിരിക്കാൻ മീനെ പിടിക്കുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് കൊത്താട് എന്തെങ്കിലുമൊക്കെ നമ്മൾ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ബൈറ്റ് ഇട്ടിരും. ആ ബൈറ്റിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇവരെ വെബ്സൈറ്റിൽ എത്തുന്നുണ്ടാവുക. അപ്പോൾ ഇതിന്റെ അവസാനത്തിൽ ഇൻ എ വേൾഡ് വെർ ഇൻഫർമേഷൻ ട്രാവൽസ് അറ്റ് ലൈറ്റ് സ്പീഡ് ദ റെസ്പോൺസിബിലിറ്റി ഈസ് യുവേഴ്സ്. തിങ്ക് ബിഫോർ യു ഷെയർ, വെരിഫൈ ബിഫോർ യു ട്രസ്റ്റ് ആൻഡ് യൂസ് അതോറിറ്റി ഇൻ സോഴ്സ്. ഇന്നത്തെ കാലത്ത് നമ്മുടെ ഇൻഫർമേഷൻ അതുപോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ലൈറ്റിന്റെ വേഗതയിലാണ്, പ്രകാശ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഷെയർ ചെയ്യണം എന്ന് ചിന്തിക്കണം. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ സംഗതികൾ വെരിഫൈ ചെയ്യണം. ഒരാൾ വിശ്വസിക്കണം മുന്നേ ആ കിട്ടിയ സംഗതി വെരിഫൈ ചെയ്യണം. അതുപോലെ തന്നെ ഓൺലി ഒതോറിറ്റീവ് ആയിട്ടുള്ള ആധികാരികമായിട്ടുള്ള അവലംബങ്ങൾ മാത്രം യൂസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ചാപ്റ്റർ നമുക്ക് കാര്യത്തിലാണ് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് യൂണിറ്റ് 9 ഇൻഷാല്ലാ അടുത്ത ചാപ്റ്ററിൽ നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കും.